പിള്ളേരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ കൂടെ അവർക്ക് സൈക്കിൾ ഓടിക്കണമെന്ന്. അവരോടിക്കുന്ന കൂട്ടത്തിൽ ഞാനും സൈക്കിൾ ഓടിക്കണമെന്ന്. പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അതങ്ങ് സഹായിച്ചു കൊടുക്കണമെന്നല്ലേ. അങ്ങനെ അവരുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ കൊടൈക്കനാലിലാണുള്ളത്. കൊടൈക്കനാലിലെ ലേക്കിന് ചുറ്റും ഇങ്ങനെ അച്ഛനും മക്കളും സൈക്കിൾ ഓടിച്ച് കളിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിന്നീസ് വൈറൽ വീഡിയോസ്. ഇന്ന് ഞങ്ങളുള്ളത് കൊടൈക്കനാലിലാണ്. പിള്ളേരുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അവർക്ക് റോഡിലൂടെ സൈക്കിൾ ഓടിക്കണമെന്ന്. അതുപോലെ അച്ഛൻ്റെ കൂടെ സൈക്കിൾ ഓടിക്കണമെന്നും വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഈ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ കൊടൈക്കനാലിൽ വന്നിരിക്കുന്നത്. കൊടൈക്കനാൽ ലേക്കിന് ചുറ്റും സൈക്ലിംഗ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അവന്മാർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഇന്നലെ വൈകുന്നേരവും ഞങ്ങൾ ഇവിടെ സൈക്ലിങ്ങിന് വന്നിരുന്നു. പക്ഷേ ഒരുപാട് ട്രാഫിക് ഉള്ളതുകൊണ്ട് നന്ദുവിന് സൈക്കിൾ കിട്ടിയില്ല. ചെറിയ പിള്ളേർക്ക് സൈക്കിൾ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ വന്നത്. രാവിലെ റോഡൊക്കെ ഫ്രീ ആണ്, വൈകുന്നേരത്തേക്ക് മാത്രമേ തിരക്ക് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇന്നലെ വന്നപ്പം അബിക്ക് സൈക്കിൾ കിട്ടിയിരുന്നു. അതുപോലെ ഞാനും അവളും ഒരു ഡബിൾ സീറ്റ് സൈക്കിൾ എടുത്തു. നന്ദുവിന് ഫ്രണ്ടിലൊരു ബക്കറ്റ് പോലെ സീറ്റ് ഉണ്ട്, അതിൽ അവനെ ഇരുത്തി. പക്ഷേ അവൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അവൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുവാനായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ പോന്നു. രാവിലെ തന്നെ അവനിഷ്ടപ്പെട്ട ഒരു വലിയ സൈക്കിൾ എടുത്തിട്ടുണ്ട്. അബി ഉപയോഗിക്കുന്നത് വലിയ സൈക്കിളാണ്. ഞാൻ ഓടിക്കുന്ന അതേ സൈക്കിളിൻ്റെ സൈസിലാണ് അബിയുടെ സൈക്കിളും. ഇവിടെ ബാംഗ്ലൂരിൽ ഇവർ ഫ്ലാറ്റിന് ചുറ്റും മാത്രമാണ് സൈക്കിൾ ഓടിക്കുന്നത്. പുറത്തോട്ട് ഇറങ്ങാനായിട്ട് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ വണ്ടികളുടെയൊക്കെ തിരക്ക് കാരണം നമ്മൾ പുറത്തോട്ട് ഇറങ്ങാനായിട്ട് അവരെ അലോ ചെയ്യാറില്ല. അതുകൊണ്ട് കൊടൈക്കനാൽ വരുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേനും അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കൊടൈക്കനാൽ ലേക്കിന് ചുറ്റും സൈക്കിളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എന്നെ ഡിസ്റ്റർബിംഗ് ആണ്. അവൻ എക്സാം കഴിഞ്ഞപ്പോൾ മുതൽ കൗണ്ട് ഡൗൺ തുടങ്ങിയതാണ്. ക്രിസ്മസ് ന്യൂ ഇയർ ഹോളിഡേയ്സ് സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ കൊടൈക്കനാലിൽ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കൊടൈക്കനാലിൽ സൈറ്റ് സീയിങ്ങിന് പോയപ്പോൾ 1-2 മണിക്കൂറൊക്കെയാണ് ബ്ലോക്കിൽ കുടുങ്ങിയത്. വൈകുന്നേരം സൈറ്റ് സീയിങ്ങിന് പോയ വണ്ടികളെല്ലാം തിരിച്ച് ലേക്ക് സൈഡിലേക്ക് വരുന്നത് കാരണം സൈക്കിൾ ഓടിക്കാൻ പോയിട്ട് ഇതിലെ കൂടെ നടക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്കും തിരക്കാണ്. നന്ദുവിന് വണ്ടികളൊക്കെ വരുമ്പം ആദ്യം ചെറിയ പേടിയുണ്ടായിരുന്നു. പിന്നീട് പേടിയൊക്കെ മാറി ഇപ്പം കൂളായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. അബിയും നന്ദുവും നല്ല എൻജോയ് ചെയ്താണ് സൈക്കിൾ ഓടിക്കുന്നത്. ഇടയ്ക്ക് ചെറിയ അടിയൊക്കെ ഉണ്ട്. ഈ ഒരു അവധി ദിവസം അവർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചതാണ് സൈക്ലിങ്ങും ബോട്ടിങ്ങും പിന്നെ 70 സിനിമ, സ്കേറി ഹൗസ്, ഗെയിമുകൾ, അങ്ങനെ അവർ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ ഒരു അവധിക്കാലം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ.